ഈ ഒരു സെറ്റപ്പ് കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, വേറെ എങ്ങോട്ടുമല്ല പോണത്, വയനാട്ടിലേക്കാണ് കേട്ടോ. അലർജി മുന്നിലായതുകൊണ്ട് തന്നെയാണ് ഈ കരുതലുകളൊക്കെ. എന്തായാലും ചുരത്തിൻ്റെ ഫസ്റ്റത്തെ 2 വളവ് വരെ ഞാൻ എങ്ങനെയൊക്കെയോ ഒടിച്ചു മടക്കി കയറ്റി. പക്ഷേ 3ാമത്തെ വളവിട്ട് എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് നടക്കണ കാര്യമില്ല. അതുകൊണ്ട് വണ്ടി ഞാൻ എൻ്റെ ചെക്കനെ കൊടുത്തിട്ട് ഞാൻ ബാക്കിലിരുന്ന് നമുക്ക് സുഖമായിട്ട് കാഴ്ചകളൊക്കെ കണ്ടു പോരാലോ, വെറുതെ എന്തിനാ റിസ്ക് എടുക്കണേ. അങ്ങനെ എന്തായാലും ചുരത്തുമ്പിൽ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ വയനാട് എത്തിയിട്ടോ. ആ പോണ വഴിക്കാണ് ഇങ്ങനെ ഒരു രൂപം കണ്ടത്. ഇത് ആരാന്ന് അറിയുന്ന ആൾക്കാർ കമൻറ്റ് ബിലോ. എന്തായാലും ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് വേറെ എങ്ങോട്ടല്ല, കുറുവാദ്വീപിക്കേനെ കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഇവിടെ എത്തി. ഇതിൻ്റെ അപ്പുറം അക്കരെയാണ് മെയിൻ സ്പോട്ട്. അപ്പോൾ അവിടെ എത്തണമെങ്കിൽ ഈ ഒരു സംഭവം ഇതെന്താണ് ചങ്ങടെന്നാണ് തോന്നുന്നുണ്ട്, ഇതിൽ കയറി ഇരുന്നിട്ട് വേണം അപ്പുറത്തെത്താൻ. ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇരുന്നത്, കാരണം നീന്താൻ അറിയാത്ത എന്നെ പോലെ ഉണ്ടെങ്കിൽ അഥവാ എങ്ങാനും ചെരിഞ്ഞോ മറിഞ്ഞോ പോയാൽ മുങ്ങി മരിക്കണ്ടല്ലോ. അതിനകത്തുള്ള വെള്ളമൊന്നുമില്ല. എന്നാലും അങ്ങനെ അക്കരെ എത്തി നമ്മൾ നടക്കുകയാണ് ഗൈസ്. കുറച്ച് നടക്കാണ്ട്, പക്ഷേ ഈ ഒരു പ്രകൃതി രമണി ആസ്വദിച്ച് നടക്കുമ്പോൾ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല കേട്ടോ നടക്കണത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ സ്ഥലം. നല്ല ഭംഗിയുണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ പ്രകൃതി രമണി നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി തുളുമ്പുണ്ടേന്, അത്രയ്ക്ക് രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുറച്ച് വെള്ളത്തിലൂടെ വന്ന് ഇപ്പം നമ്മൾ വെള്ളത്തിൻ്റെ ഒരു നടുക്കാണ് നിൽക്കുന്നത്. ഈ പുഴയോ വെള്ളച്ചാട്ടോ എന്ത് വേണേലും പറയാം, അതിൻ്റെ നടുക്കാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് പ്രയത്നങ്ങളാണ് ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോൾ കണ്ടുവച്ച ഊഞ്ഞാലേനി. അപ്പോൾ തമ്മിലൊരു കുട്ടീനേനി. അപ്പോൾ പിന്നെ ആ കുട്ടീനെ ഇറക്കിയിട്ട് ഞാൻ കയറി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എത്ര വലുപ്പമായിട്ട് നാണല്ലേ എന്ന് ചോദിക്കൂലേ. അതുകൊണ്ട് ഞാൻ തിരിച്ച് പോണ വഴിക്ക് കയറിട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ വലിഞ്ഞ് കയറുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമാണ്. എന്തായാലും ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടേനി. അപ്പം നമ്മളെ സെലിബ്രിറ്റി കഫേയിലേക്കാണ് നമ്മൾ പോയത്. ഇനിയിപ്പോൾ ഇതിനായിട്ടൊരു കുറവ് വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അവിടുന്ന് മന്തി അന്വേഷിച്ചാണ് പോയത്. പക്ഷേ ബിരിയാണി കഴിച്ച്. പിന്നെ അതാ കണ്ടോ മമ്മൂക്കിയും പിന്നെ കുറേ സെലിബ്രിറ്റികളൊക്കെ വന്നിരുന്ന് ഫുഡ് കഴിച്ച സ്ഥലത്തു നിന്നൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടൊരു വൈകുന്നേരമായപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. എന്തായാലും ഭയങ്കര അടിപൊളിയായിരുന്നു, നല്ല എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.